ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നൊബേൽ പ്രൈസസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നൊബേൽ പ്രൈസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നൊബേൽ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 2022 തൊട്ട് 24 വരെ, ഇപ്പോൾ റീസെൻ്റ്ലി 24 വരെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ ഒരു ഫസ്റ്റ് വീക്ക് 8, 9, 10 ആ ഒരു തീയതികളിലായിരുന്നു 2024 നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 2022 തൊട്ട് 24 വരെയുള്ള നൊബേൽ പ്രൈസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം നൊബേൽ പ്രൈസ് നമ്മൾ മെയിനായിട്ട് 6 കാറ്റഗറിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. 6 ഫീൽഡിൽ, അതായത് ആ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഹ്യൂമൻ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഓർഗനൈസേഷൻസിനൊക്കെയാണ് എന്ത് കൊടുക്കുന്നത്, നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. മെയിനായിട്ട് 6 ഫീൽഡിലാണ് നമ്മൾ നൊബേൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ്, മെഡിസിൻ ഇല്ലെങ്കിൽ ഫിസിയോളജി, ഇക്കണോമിക് സയൻസ്, ലിറ്ററേച്ചർ, പീസ്. ഈ ഒരു 6 ഫീൽഡിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ആ ഒരു ഓരോരോ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം ഇത് ഓരോ ഫീൽഡിലും, അതായത് നമ്മൾ ഓരോരോ ഫീൽഡ് 6 ഫീൽഡുകൾ കണ്ടല്ലേ, ഈ ഓരോ ഫീൽഡിലെ ഉള്ള അവാർഡ്സ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും എക്കണോമിക് സയൻസിലെയും ലിറ്ററേച്ചറിലെയും അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഈ ഒരു 4 കാറ്റഗറിയിലെ അവാർഡ് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. എക്കണോമിക് സയൻസിലെ നൊബേൽ പ്രൈസിന്റെ ആ ഒരു പ്രൈസിന്റെ പേരെന്ന് പറയുന്നത് ദ സ്വർഗീസ് റിക്സ്ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ ദ മെമ്മറി ഓഫ് ആൽഫ്രഡ് നൊബൽ എന്നാണ് എക്കണോമിക് സയൻസിന്റെ ആ ഒരു നൊബേൽ പ്രൈസിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി, മെഡിസിൻ ഇല്ലെങ്കിൽ ഫിസിയോളജിയുടെ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് ആരാണ്? ദ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരോലിൻസ്ക, സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ തന്നെയുള്ള ദ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരോലിൻസ്കയാണ് മെഡിസിൻ ഇല്ലെങ്കിൽ ഫിസിയോളജിയിലേക്കുള്ള നൊബേൽ പ്രൈസിന്റെ അവാർഡ് വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്തത് പീസ് പ്രൈസ് ആണ്. പീസ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നതാണ് ആരാണ്? ദ നോർവേജിയൻ നോബൽ കമ്മിറ്റിയാണ് എന്ത് പീസ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 6 കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നൊബേൽ പ്രൈസ് അവാർഡ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? കെമിസ്ട്രി, ഫിസിക്സ്, ഇക്കണോമിക് സയൻസ്, ലിറ്ററേച്ചർ, പീസ്, അതുപോലെ മെഡിസിൻ ഇല്ലെങ്കിൽ ഫിസിയോളജി. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറിയിലും 2022, 23, 24 വർഷങ്ങളിൽ കൊടുത്ത ആർക്കൊക്കെയാണ് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു എക്സാം ആസ്പെക്റ്റിൽ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, എന്ത് കോൺട്രിബ്യൂഷനാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തേത് വരുന്നത് കെമിസ്ട്രിയിലെയാണ്. കെമിസ്ട്രിയിലെ 2024 അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? 2024 കെമിസ്ട്രിയിലെ അവാർഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ഡെമിസ് ഹസാബിസും ജോൺ ജംബറുമാണ് കേട്ടോ. ഡെമിസ് ഹസാബിസും ജോൺ ജംബറിനും എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ ഡേവിഡ് ബേക്കറിന് പ്രോട്ടീൻ ഡിസൈൻ, അത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ് ആർക്ക് കിട്ടുന്നത്? ഡേവിഡ് ബേക്കറിന് കിട്ടും. അപ്പം 3 പേർക്കാണ് കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ് 2024 കിട്ടുന്നത്. ആർക്കൊക്കെയാണ്? ഡെമിസ് ഹസാബിസിനും ജോൺ ജംബറിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ ഡേവിഡ് ബേക്കറിന് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമാണ് ഡേവിഡ് ബേക്കറിന് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എന്താണ്, ഒരു ടൂളാണ്. അതായത് ഇപ്പം നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. എക്സാമ്പിൾ ആനബോളിക് പ്രോസസ്സ്, കാറ്റബോളിക് പ്രോസസ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പ്രോട്ടീൻസ് എന്താണ്, ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം പ്രോട്ടീൻസിൻ്റെ ഒരു സ്ട്രക്ചർ പ്രഡിക്ഷൻ, അതായത് ഇപ്പം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അമിനോ ആസിഡ്സുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം അമിനോ ആസിഡ്സ് ചേരുന്നതാണെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്. അപ്പോൾ പല ടൈപ്പിലുള്ള അമിനോ ആസിഡ്സ് ആണെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ അവർ പ്രെഡിക്റ്റ് ചെയ്തു. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിൽ കൂടെ അങ്ങനെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്തതിനൊക്കെയാണ് ഈ വർഷത്തെ 2024 അവാർഡ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഡിസ്കവറിയോട് കൂടി ഉള്ള ഒരു നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഈ
ആൻറ്റിബയോട്ടിക്സിൻ്റെ സ്റ്റഡിയൊക്കെ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് നടക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കഴിക്കുന്ന ഒരുപാട് ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവരുടെയൊക്കെ സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനായിട്ടും ഒക്കെ ഈ ഒരു സ്റ്റഡി കൊണ്ട് എന്താണ് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ 2024 3 പേർക്കാണ് അവാർഡ് കിട്ടുന്നത്. ഡെമി സസാബിസ്, ജോൺ ജെമ്പറിന് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടും ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും. ഒരു എക്സാം ആസ്പെക്റ്റിൽ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ആർക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, എന്ത് ഡിസ്കവറിക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഇത്രയും മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തത് കെമിസ്ട്രിയിൽ 2023 അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി എക്കിമോവ് കേട്ടോ. അപ്പം ഈ 3 പേർക്കാണ് എന്ത് കിട്ടുന്നത്, ഈ കെമിസ്ട്രിയിൽ 2023 അവാർഡ് കിട്ടുന്നത് ഈ 3 പേർക്കാണ് കിട്ടുന്നത്. മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി എക്കിമോവിനാണ്. എന്ത് ഡിസ്കവറിക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്? ഫോർ ദ ഡിസ്കവറി ആൻഡ് സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ്. എന്താണ് ക്വാണ്ടം ഡോട്ട്സിന്റെ സിന്തസിസിനും ഡിസ്കവറിക്കും വേണ്ടിയിട്ടാണ് ഈ 3 പേർക്ക് ആക്ച്വലി നൊബേൽ പ്രൈസ് 2023 കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പം എന്താണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാനോ മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു നാനോ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്, 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. അപ്പം നാനോ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നാനോ എന്ന് പറയുമ്പോൾ, നാനോ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല, നാനോ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 10⁻⁹ മീറ്റർ ആണെന്ന് പറഞ്ഞാൽ 1 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നാനോമീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1 നാനോമീറ്റർ തൊട്ട് 100 നാനോമീറ്റർ വരെയാണെന്ന് പറഞ്ഞാൽ നാനോമീറ്റർ സ്കെയിലിന്റെ റേഞ്ച് വരുന്നത്. അപ്പം 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്കെയിലും എല്ലാ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും എന്താണ്, അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും എന്താണ്, ഈ ഒരു നാനോമീറ്റർ സ്കെയിലിൽ വരുന്നുണ്ട്. അങ്ങനത്തെ പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞാൽ 0 ഡയമെൻഷണൽ മെറ്റീരിയൽസ് അല്ല. അപ്പം അങ്ങനെ ഒരു 0 ഡയമെൻഷണൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ. ഈ ക്വാണ്ടം ഡോട്ട്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട്, ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ LED TVs, അതുപോലെ ഇപ്പം നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്യൂമേഴ്സ്, അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത്, ഇപ്പോൾ ലങ്സിലൊക്കെ ഉള്ള ക്യാൻസേഴ്സ്, ട്യൂമേഴ്സ് ഒക്കെ ആണെങ്കിൽ മീൻസ് ഇപ്പം ലങ്സിലൊക്കെ അതിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആൽവിയോലയിലൊക്കെയാണ് ഈ ഒരു ക്യാൻസർ ട്യൂമർ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച് എന്താണ്, നമ്മുടെ ഇൻറ്റേർണൽ ട്യൂമേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അപ്പം ക്വാണ്ടം ഡോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. എന്താണ്, 0 ഡയമെൻഷൻ മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു 0 ഡയമെൻഷൻ മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ ആണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഈ ഒരു ഡിസ്കവറി ഇവർ ഒരു അനേകം വർഷങ്ങളുടെ ഒരു സ്റ്റഡി ആയിരുന്നു ഈ ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം 2023 അവാർഡ് കിട്ടുന്ന ആർക്കൊക്കെയാണ്? മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി എക്കിമോവ്. അപ്പം ഫോർ ദ ഡിസ്കവറി ആൻഡ് സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സിന്റെ സിന്തസിസിനും ഡിസ്കവറിക്കും വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്. അടുത്തത് 2022 നോബൽ പ്രൈസ് ആണ്. കെമിസ്ട്രിയിൽ 2022 2022 എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 23, 24 ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യം ചോദിക്കാനായിട്ട് തന്നെ. ഇപ്പം 22 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം കെമിസ്ട്രിയിൽ 2022 നോബൽ പ്രൈസ് കിട്ടുന്ന ആർക്കൊക്കെയാണ്? കാരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ ആൻഡ് കെ ബാരി ഷാർപ്ലസ്. ഈ 3 പേർക്കാണ് കെമിസ്ട്രിയിൽ 2022 നോബൽ പ്രൈസ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് കിട്ടുന്നത്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ക്ലിക്ക് കെമിസ്ട്രി ആൻഡ് ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി. ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിക്ക് അല്ലേ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയെടുക്കുന്ന അതിൻ്റെ ഒരു സ്റ്റഡി, ആ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണെന്ന് പറഞ്ഞാൽ ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ലിവിങ് സിസ്റ്റം ഇല്ലേ, ആ ലിവിങ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തയുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പം ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതിനാണ് ഈ 3 സയൻറ്റിസ്റ്റുകൾക്കും എന്ത് കിട്ടുന്നത്? 2022 കെമിസ്ട്രി നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പം നമ്മൾ കെമിസ്ട്രിയിലെ 2024, 23, 22 വർഷങ്ങളിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സിൻ്റെയും അവർക്ക് എന്ത് ഡിസ്കവറിക്കാണ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുത്തതിനാണ് അവാർഡ് കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം കെമിസ്ട്രി കഴിഞ്ഞു. അടുത്തത് ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. 2024 ഫിസിക്സിലെ നൊബേൽ പ്രൈസ് കിട്ടുന്ന ആർക്കാണ്? ജെഫ്രി ഹിൻഡനും അതുപോലെ ജോൺ ഹോപ്ഫീൽഡിനുമാണ് 2024 ഫിസിക്സിലെ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അവർക്ക് എന്ത് ഡിസ്കവറിക്കാണ് കിട്ടുന്നത്? ഫോർ ഫൗണ്ടേഷണൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. എന്താണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അവർ എന്ത് നടത്തുന്നു? മെഷീൻ ലേണിംഗിന്റെ ഡിസ്കവറീസും അതുപോലെ അതിന്റെ ഡെവലപ്മെന്റ് നടത്തിയതിന്
നടത്തിയതിനാണ് 2024 ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ, ഓക്കെ, നമ്മുടെ ബ്രെയിനിന്റെ ഒരു മെക്കാനിസം എല്ലാവർക്കും അറിയാമല്ലോ. ബ്രെയിനിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ന്യൂറോൺസ് വഴി എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ബ്രെയിനിന്റെ സ്ട്രക്ചർ, ബ്രെയിനിന്റെ വർക്കിംഗ്, അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആക്ച്വലി എന്താ ഈ ഒരു ഡിസ്കവറിയും കാര്യങ്ങളും ഒക്കെ പ്രോഗ്രസ്ലി നടന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ഒരു മെക്കാനിസം, ബ്രെയിനിന്റെ വർക്കിംഗ് മെക്കാനിസം വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, അതിൻ്റെ ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു വർക്കിങ്ങിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് ആക്ച്വലി എന്ത് ഇങ്ങനെ ഒരു ഇൻവെൻഷൻ കാര്യങ്ങൾ ആക്ച്വലി മെയിൻ ആയിട്ട് വരുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗിനെ കുറിച്ചുള്ള ഫൗണ്ടേഷണൽ ഡിസ്കവറീസും അതുപോലെ ഇൻവെൻഷൻസും നടത്തിയതിനാണ് ഈ രണ്ടു പേർക്ക് 2024 ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് 2023 ഫിസിക്സിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടുന്നത്? പേരി അഗസ്റ്റോണി, ഫെറൻസ് ക്രൗസ് ആൻഡ് ആനി എൽ ഹ്യൂലർ, 3 പേർക്കാണ് 2023 ഫിസിക്സിന്റെ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? ഫോർ എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ദാറ്റ് ജനറേറ്റ് അറ്റോസെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ. അപ്പം നമ്മുടെ ഇലക്ട്രോണിന്റെ റാൻഡം ആയിട്ടുള്ള പെട്ടെന്നുള്ള മോഷൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മൂവ്മെന്റ് ഒക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈറ്റിനെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ലൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. അതൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കത്തില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കുന്നേക്ക് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് അടിക്കുമല്ലോ. അപ്പം ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഭയങ്കര ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഒക്കെ ഒരു റാൻഡം മോഷൻ ക്ലിക്ക് ചെയ്യാൻ പാകത്തിന് ലൈറ്റിന്റെ ആ ഒരു ടൈമിന്റെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഓക്കെ, ആ ഒരു എന്താണ് ഇലക്ട്രോണിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റിനെ എന്ത് ചെയ്തു? അവർ ഡെവലപ്പ് ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് 2023 ഫിസിക്സിലെ നൊബേൽ പ്രൈസ് ഇവർ 3 പേരും കരസ്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് 2022 2022 ഫിസിക്സിലെ നൊബേൽ പ്രൈസിന്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ അലൈൻ ആസ്പെക്ട്, അതുപോലെ ജോൺ ക്ലോസർ ആൻഡ് ആൻറ്റോൺ സെലിംഗർ, 3 പേർക്കാണ് ആക്ച്വലി 2022 ഫിസിക്സിന്റെ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് കിട്ടുന്നത്? ഫോർ ദ എക്സ്പെരിമെന്റ്സ് വിത്ത് എൻറ്റാങ്കിൾഡ് ഫോട്ടോൺസ്, എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള ഫോട്ടോൺസിന് വേണ്ടിയിട്ട് ഫോട്ടോൺസിന്റെ എക്സ്പെരിമെന്റ് നടത്തി എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത്? എസ്റ്റാബ്ലിഷിംഗ് ദ വയലേഷൻ ഓഫ് ബെൽ ഇനീക്വാളിറ്റീസ് ആൻഡ് പൈനോറിംഗ് ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ്. അപ്പം ഈ ബെൽ ഇനീക്വാളിറ്റീസും പൈനോറിംഗ് ക്വാണ്ടം സയൻസിന്റെ വയലേഷൻ എന്ത് ഡിസ്കവറിയിലൂടെയാണ്? എൻറ്റാങ്കിൾഡ് ഫോട്ടോൺസ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിൽ കൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്തത്? ഇവർ ഈ എക്സ്പെരിമെന്റിലും അതുപോലെ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ആ ഒരു ഡിസ്കവറിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് 2022 ഫിസിക്സിന്റെ നൊബേൽ പ്രൈസ് ഇവർ വിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അപ്പം നമ്മൾ കെമിസ്ട്രിയും കണ്ടു, ഫിസിക്സും കണ്ടു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? മെഡിസിൻ്റെ ആണ് കേട്ടോ, മെഡിസിൻ ഓർ ഫിസിയോളജിയുടെ ആണ് കേട്ടോ. മെഡിസിൻ ഓർ ഫിസിയോളജി 2024 ആർക്കൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. വിക്ടർ അംബ്രോസിനും ഗാരി റൂഫ്കിനും, ഓക്കെ, വിക്ടർ അംബ്രോസിനും ഗാരി റൂഫ്കിനുമാണ് 2024 മെഡിസിനിൽ അവാർഡ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് അവാർഡ് കിട്ടുന്നത്? ഫോർ ദ ഡിസ്കവറി ഓഫ് മൈക്രോ RNA and its role in post transcriptional gene regulation. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോ RNA ഡിസ്കവറിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഈ മൈക്രോ RNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷന് വേണ്ടിയിട്ട് എന്ത് റോളാണ് വഹിക്കുന്നത്? ആ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർക്ക് 2 പേർക്കും അവാർഡ് കിട്ടുന്നത്. ഇവരുടെ ഒരു അവാർഡ് വെച്ചാൽ ഇവരുടെ ഈ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, ഇവരുടെ ഈ ഒരു സ്റ്റഡി 2002 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. 2002 നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള റോബർട്ട് ഹോഡ്വിറ്റ്സിന്റെ സയൻസ് ലബോറട്ടറിയിലെ പോസ്റ്റ് ഡോക്ടർ ഫെല്ലോസ് ആയിരുന്നു ഇവർ 2 പേരും കേട്ടോ. അപ്പം ആ ഒരു 2002 തൊട്ടാണ് ആക്ച്വലി എന്ത് ചെയ്തത്? ഇവർ ഈ ഒരു സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിയാണ് ആക്ച്വലി 2024 അവാർഡ് എന്ത് ചെയ്യുന്നത്? ഇവർ കരസ്ഥമാക്കുന്നത് കേട്ടോ. എന്ത് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദ ഡിസ്കവറി ഓഫ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻ. ആർക്കൊക്കെയാണ് കിട്ടുന്നത്? വിക്ടർ അംബ്രോസിനും ഗാരി റൂഫ്കിനുമാണ് കേട്ടോ അവാർഡ് കിട്ടുന്നത്. അടുത്തത് 2023 നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. കാരണം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടുന്നത്? COVID-19, ഓക്കെ, COVID-19 വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആക്ച്വലി കിട്ടുന്നത്. ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടുന്നത്? കറ്റാലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വീസ്മാൻ ആണ് അവാർഡ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ്? ഫോർ ദ ഡിസ്കവറീസ് കൺസേണിങ് ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻസ് ദാറ്റ് എനേബിൾഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റീവ് mRNA വാക്സിൻസ് അഗെയിൻസ്റ്റ് COVID-19. അപ്പോൾ COVID-19
ബീങ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള mRNA വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് സഹായിച്ചു? ഈ ഒരു ന്യൂക്ലിയോസൈഡ് ബേസിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ സഹായിച്ചു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിസ്കവറിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് 2023 നോബൽ പ്രൈസ് അവാർഡ് ഇവർ വിൻ ചെയ്യുന്നത് കേട്ടോ. ആർക്കൊക്കെയാണ് കിട്ടിയത്? കറ്റാലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വീസ്മാനുമാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് 2022 അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? 2022 മെഡിസിനിൽ അവാർഡ് കിട്ടുന്നത് ആർക്കാണ്? സ്വാൻഡെ പാബോ. ഓക്കെ, സ്വാൻഡെ പാബോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനാണ് 2022 നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്ത് ഡിസ്കവറിക്കാണ് കിട്ടുന്നത്? ഫോർ ഹിസ് ഡിസ്കവറീസ് കൺസേണിങ് ദ ജീനോംസ് ഓഫ് എക്സ്റ്റിൻറ്റ് ഹോമിനിൻസ് ആൻഡ് ഹ്യൂമൻ എവല്യൂഷൻ. എന്തിനെക്കുറിച്ചാണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒക്കെ ഒരു സ്റ്റഡിയും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് 2022 നൊബേൽ പ്രൈസ് ആര് കരസ്ഥമാക്കുന്നത്? സ്വാൻഡോ പാബോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കരസ്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ കണ്ടു, അതുപോലെ ഫിസിക്സ് കണ്ടു, മെഡിസിൻ ആൻഡ് ഫിസിയോളജി കണ്ടു. അടുത്ത കാറ്റഗറി നമുക്ക് നോക്കാം. അപ്പം ഓർക്കുക, വേറൊരു കാര്യം ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം വെച്ചാൽ ഈ ഓരോ അവാർഡും ഓരോ ഫീൽഡിലുള്ള അവാർഡും ആരാണ് എന്ത് ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ അതുകൂടെ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ, ആദ്യം പറഞ്ഞ കാര്യങ്ങളെ. ഓക്കെ, അടുത്തത് ലിറ്ററേച്ചറിലുള്ള അവാർഡാണ്. ലിറ്ററേച്ചറിൽ 2024 അവാർഡ് കിട്ടിയത് ആർക്കാണ്? 2024 ലിറ്ററേച്ചറിന് അവാർഡ് കിട്ടിയത് ഹാങ് കാങ് എന്ന് പറയുന്ന ആൾക്കാണ്. ഹാങ് കാങ് എന്ന് പറയുന്ന റൈറ്ററിനാണ് 2024 ലിറ്ററേച്ചറിനുള്ള അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടുന്നത്? ഫോർ ഹെർ ഇൻറ്റൻസ് പോയട്രിക് പ്രോസ് ദാറ്റ് കൺഫ്രണ്ട്സ് ഹിസ്റ്റോറിക്കൽ ട്രോമാസ് ആൻഡ് എക്സ്പോസസ് ദ ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഈ ഒരു റൈറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ലിറ്ററേച്ചർ കാറ്റഗറിയിൽ അവാർഡ് കിട്ടുന്ന ഫസ്റ്റ് സൗത്ത് കൊറിയൻ റൈറ്റർ കൂടിയാണ് ഹാങ് കാങ് കേട്ടോ, അതുകൂടെ ഓർത്ത് വെച്ചോണേ. ലിറ്ററേച്ചർ കാറ്റഗറിയിൽ ഈ ഒരു ലിറ്ററേച്ചർ കാറ്റഗറിയിൽ ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് കിട്ടുന്ന ഫസ്റ്റ് സൗത്ത് കൊറിയൻ റൈറ്ററാണ് ഹാങ് കാങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ആളുടെ പോംസിലും പ്രോസിലും ഒക്കെ എന്താണ് കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോർട്രേ ചെയ്ത് കാണുന്നത് എന്തൊക്കെയാണ്? അതുപോലെ ഹിസ്റ്റോറിക്കൽ ട്രോമാസും നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ഫ്രജിലിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് ആളുടെ പോംസിലും പ്രോസിലും ഒക്കെ എന്ത് ചെയ്ത് കൂടുതലായിട്ട് പോർട്രേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഹാങ് കാങ്ങിന് ഈ ഒരു 2024 ലിറ്ററേച്ചറിന്റെ ആ ഒരു നൊബേൽ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് 2023 ലിറ്ററേച്ചറിലെ നൊബേൽ പ്രൈസ് കിട്ടുന്നത് ആർക്കാണ്? ജോൺ ഫോസിനാണ് കേട്ടോ. ജോൺ ഫോസിനാണ് 2023 ലിറ്ററേച്ചറിലെ അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് പ്രോസ് വിച്ച് ഗീവ് വോയിസ് ടു ദ അൺസേയബിൾ. ഓക്കെ, അത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തു, ആളുടെ ഒരു റൈറ്റിങ്സിലൂടെ, ആളുടെ പ്രോസിലൂടെയൊക്കെ എന്ത് ചെയ്തു, ആളിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അത് വലിയൊരു ഇതായിരുന്നു. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആളുടെ പോംസിലും അല്ലെങ്കിൽ പ്രോസിലും കാര്യങ്ങളൊക്കെ പ്ലേസിലൊക്കെ എന്ത് ചെയ്ത ആൾ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് അല്ലെങ്കിൽ പോർട്രേ ചെയ്ത് കാണിച്ചു. അതിനു വേണ്ടിയിട്ടാണ് 2023 ലിറ്ററേച്ചറിന്റെ നൊബേൽ പ്രൈസ് ആര് വിൻ ചെയ്യുന്നത്? ജോൺ ഫോസ്. വേണ്ടിയിട്ടായിരുന്നു? ഫോർ ഹിസ് ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് പ്രോസ് വിച്ച് ഗീവ് വോയിസ് ടു ദ അൺസേബിൾ. ഓക്കെ, മറക്കല്ലേ. അടുത്തത് 2022 ഓക്കെ, 2022 ലിറ്ററേച്ചറിൽ അവാർഡ് കിട്ടുന്ന ആർക്കാന്ന് നമുക്ക് നോക്കാം. ആനി എർണോക്സിനാണ് കേട്ടോ. ആനി എർണോക്സ് എന്ന് പറയുന്ന റൈറ്ററിനാണ് 2022 ലിറ്ററേച്ചറിൽ അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കറേജ് ആൻഡ് ക്ലിനിക്കൽ അക്വിറ്റി വിത്ത് വിച്ച് ഷീ അൺകവേഴ്സ് ദ റൂട്ട് ആൻഡ് എസ്ട്രേഞ്ച്മെന്റ്സ് ആൻഡ് കളക്റ്റീവ് റീസ്ട്രെയിൻസ് ഓഫ് പേഴ്സണൽ മെമ്മറി. ഓക്കെ, ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്, ഈ ആളുടെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ 2022 ലിറ്ററേച്ചറിൽ അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദ കറേജ് ആൻഡ് ക്ലിനിക്കൽ അക്വിറ്റി വിത്ത് വിച്ച് ഷീ അൺകവേഴ്സ് ദ റൂട്ട് എസ്ട്രേഞ്ച്മെന്റ്സ് ആൻഡ് കളക്റ്റീവ് റീസ്ട്രെയിൻസ് ഓഫ് പേഴ്സണൽ മെമ്മറി. ഈ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് 2022 ലിറ്ററേച്ചറിലെ അവാർഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 കാറ്റഗറി ഉണ്ടല്ലേ, നമ്മൾ 4 കാറ്റഗറി കണ്ടു. അടുത്ത കാറ്റഗറി, 5ാമത്തെ കാറ്റഗറിയാണ് എക്കണോമിക് സയൻസ്. 2024 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് കിട്ടുന്ന ആർക്കൊക്കെയാണ്? ഡാറോൺ അക്മഗ്ലു ആൻഡ് സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് റോബിൻസൺ. ഈ 3 പേർക്കാണ് എക്കണോമിക് സയൻസിൻ്റെ 2024 നൊബേൽ പ്രൈസ് അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്? ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് അഫക്ട് പ്രോസ്പെരിറ്റി. അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത്
നമ്മുടെ പ്രോസ്പെരിറ്റിയും നമ്മുടെ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൻ്റെ ഒക്കെ ഒരു പ്രോസ്പെരിറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റഡിക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് 2024 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് ആര് വിൻ ചെയ്യുന്നത്? ഡാരോൺ അക്മോഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് റോബിൻസൺ, ഈ 3 ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കരസ്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് എക്കണോമിക് സയൻസ് 2023 എക്കണോമിക് സയൻസിലുള്ള അവാർഡാണ്. ആരാണ് കരസ്ഥമാക്കുന്നത്? ക്ലൗഡിയ ഗോൾഡിൻ. ഓക്കെ, എന്താണ് ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന ആളാണ് 2023 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് വിൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹാവിങ് അഡ്വാൻസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വുമൺസ് ലേബർ മാർക്കറ്റ് ഔട്ട്കം. അപ്പം എന്താണ് സ്ത്രീകളുടെ ലേബർ മാർക്കറ്റ് ഔട്ട്കംസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡിക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ക്ലൗഡിയ ഗോൾഡിന് 2023 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് 2022 എക്കണോമിക് സയൻസിൻ്റെ അവാർഡാണ്. 2022 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് കിട്ടുന്നത് ആർക്കാണ്? ബെൻ ബെർണാൻകിനും അതുപോലെ ഡൗഗ്ലസ് ഡയമണ്ടിനും ആൻഡ് ഫിലിപ്പ് ഡിബ്ബെഗിനുമാണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു 2022 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്? ഫോർ റിസർച്ച് ഓൺ ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പം ബാങ്ക്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസും അതുപോലെ എന്താണ് ബാങ്കിനെ കുറിച്ചൊക്കെയുള്ള റിസർച്ചും സ്റ്റഡിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് 2022 എക്കണോമിക് സയൻസിൻ്റെ അവാർഡ് ഇവർ 3 പേരും കരസ്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ എന്താണ് ലാസ്റ്റത്തെ കാറ്റഗറിയാണ് പീസ് പ്രൈസ് കേട്ടോ. പീസ് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊതുവെ ചോദിക്കാൻ ചാൻസ് കൂടിയ ഒരു കാറ്റഗറിയാണ് കേട്ടോ പീസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. 2024 പീസ് പ്രൈസ് കരസ്ഥമാക്കുന്നത് നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് കേട്ടോ. നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബേസ്ഡ് ഓർഗനൈസേഷനാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഈ ഹിരോഷിമ നാഗസാക്കി ബോംബ് എക്സ്പ്ലോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ ഒരു ഹിരോഷിമ നാഗസാക്കി ബോംബ് എക്സ്പ്ലോഷനിൽ എന്താണ് കുറേ പേർക്ക് അവരുടെ ജീവിതം നഷ്ടമായി, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അവിടെ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫും കാര്യങ്ങളും വളരെ എന്താണ് വേദനാജനകമാണ് അല്ലേ. അപ്പം അവരുടെ ഒരു ലൈഫൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ടെസ്റ്റിമോണിയൊക്കെ എടുത്തുകൊണ്ട് ഇവർ ലോകത്തോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇനി എന്ത് ചെയ്യരുത്, ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും യൂസ് ചെയ്യരുത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ദുരന്തം വരരുത്. അങ്ങനെയുള്ളൊരു നല്ല ലക്ഷ്യത്തോടു കൂടി എന്താണ് ജാപ്പനീസ് ഓർഗനൈസേഷനായ നിഹോൻ ഹിഡാൻക്യോ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തു. ഈ ഒരു എന്താണ് ഹിരോഷിമ നാഗസാക്കി ബോംബ് എക്സ്പ്ലോഷനിൽ എന്താണ് അവർ നേരിട്ട ആൾക്കാരുടെ ടെസ്റ്റിമോണി എടുത്തുകൊണ്ട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ അനുഭവം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ് ഇനി ആരും എന്താണ് ന്യൂക്ലിയർ വെപ്പൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്ത് ടെസ്റ്റിമോണി എടുത്ത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ജാപ്പനീസ് ഓർഗനൈസേഷൻ എടുത്ത ആ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു 2024 പീസ് പ്രൈസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നിഹോൻ ഹിഡാൻക്യോ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഓർഗനൈസേഷൻ ആണ്, ഓർത്ത് വെക്കുക. ഫോർ ഇറ്റ്സ് എഫേർട്സ് ടു അച്ചീവ് എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ത്രൂ വിറ്റ്നസ് ടെസ്റ്റിമോണി ദാറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് മസ്റ്റ് നെവർ ബി യൂസ്ഡ് അഗൈൻ. ന്യൂക്ലിയർ വെപ്പൺസ് എന്താണ് ഒരിക്കലും ഇനി യൂസ് ചെയ്യരുത് എന്ന് എന്തെടുത്തു? വിറ്റ്നസ് ടെസ്റ്റിമോണി. അതായത് ഈ ഒരു ദുരന്തം അനുഭവിച്ചവരെ നേരിട്ട് കാട്ടിക്കൊണ്ടാണ് ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ ഒരു അവാർഡ് അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു എഫേർട്ട് എടുത്തതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, ഇതൊരു ജാപ്പനീസ് ഓർഗനൈസേഷൻ ആണ്. അടുത്തത് 2023 പീസ് പ്രൈസ് ആണ് കേട്ടോ. 2023 പീസ് പ്രൈസ് ആണ്. 2023 പീസ് പ്രൈസ് കിട്ടുന്നത് നാർഗീസ് മുഹമ്മദി എന്ന് പറയുന്ന ആൾക്കാണ്. ഓക്കെ, നാർഗീസ് മുഹമ്മദി എന്ന് പറയുന്ന ആൾക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടുന്നത്? ഫോർ ഹെർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഒപ്രഷൻ ഓഫ് വുമൺ ഇൻ ഇറാൻ ആൻഡ് ഹെർ ഫൈറ്റ് ടു പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഫോർ ഓൾ. ഓക്കെ, സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടണം, അതുപോലെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ ഇറാനിലുള്ള സ്ത്രീകൾ നേരിടുന്ന ഒപ്രഷനും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു, അവർ അതിന് വേണ്ടിയിട്ടൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു. ഓക്കെ, ഇറാനിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒപ്രഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതിനെതിരെ എന്ത് ചെയ്തു, ഇയാൾ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ എന്താണ് ഫ്രീഡം എല്ലാവർക്കും കിട്ടണം, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഈ ഒരു ആക്ടിവിസ്റ്റ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് 2023 എന്താണ് നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത്
2022 പീസ് പ്രൈസ് കിട്ടുന്നത് ആർക്കൊക്കെയാണ്? അലസ് ബിലിയാലിസ്കി എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ബെലാറസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ആണ്. മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ റഷ്യയിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറഞ്ഞാൽ യുക്രൈനിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇവർക്ക് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടുന്നത്? ദ പീസ് പ്രൈസ് ലോറേറ്റ്സ് റെപ്രസെന്റ് സിവിൽ സൊസൈറ്റി ഇൻ ദെയർ ഹോം കൺട്രീസ്. അതായത് 3 പേരുടെയും സ്ഥലത്തെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോർട്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ 2 സംഘടനകൾക്കും അതുപോലെ ഈ ആൾക്കും എന്ത് കിട്ടുന്നത്? 2022 പീസ് പ്രൈസ് കിട്ടുന്നത്. ദേ ഹാവ് ഫോർ മെനി ഇയേഴ്സ് പ്രൊമോട്ടഡ് ദ റൈറ്റ്സ് ടു ക്രിട്ടിസൈസ് പവർ ആൻഡ് പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. ദേ ഹാവ് മെയ്ഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് എഫേർട്ട് ടു ഡോക്യുമെന്റ് വാർ ക്രൈംസ്, ഹ്യൂമൻ റൈറ്റ് അബ്യൂസസ് ആൻഡ് അബ്യൂസ് ഓഫ് പവർ. ടുഗെദർ ദേ ഡെമോൺസ്ട്രേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിവിൽ സൊസൈറ്റി ഫോർ പീസ് ആൻഡ് ഡെമോക്രസി. അപ്പം ഈ 3 സ്ഥലങ്ങളിൽ, അതായത് ബെലാറസ്, അതുപോലെ റഷ്യ, യുക്രൈൻ, ഈ 3 സ്ഥലത്തെ അവിടെ നടന്ന യുദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുകയും പിന്നെ ഈ ഒരു ആ ഒരു 3 സ്ഥലത്തെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ എന്താണ് നമ്മൾ ആ സിറ്റിസൺ, ആ ഒരു 3 സ്ഥലത്തെ ആൾക്കാരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെയുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ വേണം, അതിനു വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും പോർട്രേ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ 2022 പീസ് പ്രൈസ് ഈ 2 സംഘടനകൾക്കും ഒരാൾക്കും കിട്ടുന്നത് കേട്ടോ. ബെലാറസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു അലസ് ബിലിയാറ്റ്സ്കി എന്ന് പറഞ്ഞാൽ. പിന്നെ മെമ്മോറിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് റഷ്യയിലെ ഒരു ഹ്യൂമൻ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറഞ്ഞാൽ യുക്രൈനിലെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ് കേട്ടോ. ഒരു ഷോർട്ടായി പറയുവാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദ ഡെമോൺസ്ട്രേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ സൊസൈറ്റി ഫോർ പീസ് ആൻഡ് ഡെമോക്രസി കേട്ടോ. സോ എന്താണ് നമ്മുടെ ഒരു സമാധാനവും അതുപോലെ ഡെമോക്രസിയും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ആ ഒരു അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ സ്ഥലത്തെ സിറ്റിസൺസിനൊക്കെ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ആ ഒരു 3 സ്ഥലത്തെ കാര്യങ്ങളും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് 2022 നൊബേൽ പ്രൈസ് ഇവർ 3 പേരും കരസ്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ 2022 തൊട്ട് 2024 വരെയുള്ള നൊബേൽ പ്രൈസും അവരുടെ വിന്നേഴ്സിനെയും നമ്മൾ കണ്ടല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ട എന്തായിരുന്നു? ആദ്യം നമ്മൾ കണ്ടത് സ്വീഡനിലുള്ള പല സ്ഥലത്ത് ഉള്ള ആൾക്കാർക്ക് ഈ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഈ റിവിഷൻ ഒന്നുകൂടെ ഞാൻ എടുക്കുവാണേ. അപ്പോൾ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഈ ഒരു 6 ഫീൽഡിനാണ് നമ്മൾ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. ആരൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാർ? ഇത് ലാസ്റ്റത്തെ ഒന്നുകൂടെ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത് ഈ ക്ലാസ്സിൽ? നമ്മൾ നൊബേൽ പ്രൈസ് 2022 തൊട്ട് 2024 വരെയുള്ള നൊബേൽ പ്രൈസും വിന്നേഴ്സിനെയും കണ്ടു. ആദ്യമേ നമ്മൾ കണ്ടത് എന്താണ്? ഈ ഒരു 6 ഫീൽഡിലാണ് കൊടുക്കുന്നത് അല്ലേ. കെമിസ്ട്രി, ഫിസിക്സ്, മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്, എക്കണോമിക് സയൻസ്, ഈ ഒരു 6 ഫീൽഡാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു. ഏതൊക്കെ കാറ്റഗറിയിൽ? കെമിസ്ട്രി, ഫിസിക്സ്, എക്കണോമിക് സയൻസ്, ലിറ്ററേച്ചറിൽ കൊടുക്കുന്ന ആരാണ്? ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരോലിൻസ്ക സ്റ്റോക്ക്ഹോം, സ്വീഡനിലുള്ള ഈ ഒരു ഇതാണ് മെഡിസിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നോർവേജിയൻ നോബൽ കമ്മിറ്റിയാണ് പീസ് പ്രൈസ് കൊടുക്കുന്നത്, നമ്മൾ കണ്ടു. പിന്നെ 2024 കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ്. 2024, 2023 വൃത്തിയായിട്ട് നോക്കി വെക്കണം കേട്ടോ. 2024 കിട്ടിയത് 3 പേർക്കാണ്. ഡെമിസ് അസാബിസ്, ജോൺ ജെമ്പർ, ഡേവിഡ് ബേക്കറിന് വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടും കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിന് വേണ്ടിയിട്ടാണ്. പിന്നെ കെമിസ്ട്രിയിലത് മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി യെക്കിമോവ്, ക്വാണ്ടം ഡോട്ട്സിന് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. 2022 കിട്ടുന്നതും കൂടെ നോക്കുക. കാരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ ആൻഡ് കെ ബാരി ഷാർപ്ലസ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. 2024 കിട്ടുന്ന ആർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു? ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡിനുമായിരുന്നു കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പഠിക്കുന്നതിനെ കുറിച്ചായിരുന്നു കിട്ടിയത്. 2023 പേരി അഗസ്റ്റോണി, ഫെറൻസ് ക്രോസ് ആൻഡ് ആനി എൽ ഹ്യൂലറിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ഇലക്ട്രോണിൻ്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ല, അതിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. 2023 3 പേർക്കാണ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻറ്റാങ്കിൾഡ് ഫോട്ടോൺസ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. മെഡിസിനിൽ കിട്ടുന്നത് വിക്ടർ അംബ്രോസിനും ഗാരി റുക്കിനുമായിരുന്നു. മൈക്രോ RNAയും അതുപോലെ അതിൻ്റെ റോളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് 2 പേർക്ക് അവാർഡ് കിട്ടുന്നത്. 2023 കിട്ടുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? COVID-19 എഫക്റ്റീവായിട്ടുള്ള mRNA വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കെറ്റാലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വിസ്മാനും കിട്ടുന്നത്.
2022 കിട്ടുന്ന ആർക്കായിരുന്നു? സ്വാൻഡെ പാബോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചാണ് 2022 ഡിസ്കവറി എന്ന് പറയുമ്പോഴത്തേക്ക്. ലിറ്ററേച്ചറിൻ്റെ 2024 കിട്ടുന്നത് ഹാങ് കാങ് എന്ന് പറയുന്ന ആ ഒരു റൈറ്ററിന് വേണ്ടിയിട്ടാണ്, ആ ഒരു റൈറ്റർക്കാണ് കിട്ടുന്നത്. പിന്നെ 2023 ജോൺ ഫോസിനാണ് കിട്ടുന്നത്. 2022 ആനി എർണോക്സിനാണ് കിട്ടുന്നത്. പിന്നെ എക്കണോമിക് സയൻസിൻ്റെത് 3 പേർക്കായിരുന്നു കിട്ടുന്നത്. ഡാരോൺ അക്മഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് റോബിൻസണിന് വേണ്ടിയിട്ടായിരുന്നു കിട്ടുന്നത്. ക്ലൗഡിയ ഗോൾഡിനാണ് 2023 കിട്ടുന്നത്. 2022 ബെൻ ബെർണിങ്ങിനും അതുപോലെ ഡൗഗ്ലസ് ഡയമണ്ടിനും ഫിലിപ്പ് ഡൈബഗിനുമാണ് കിട്ടുന്നത്. അതുപോലെ പീസ് പ്രൈസ് നിഹോൻ ഹിഡാൻക്യോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ഓർഗനൈസേഷനാണ് 2024 കിട്ടുന്നത് കേട്ടോ. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോണേ. 2023 കിട്ടുന്നത് നാർഗസ് മുഹമ്മദി എന്ന് പറയുന്ന ആൾക്കാണ്. പിന്നെ 2022 കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 ഓർഗനൈസേഷനും അതുപോലെ ആ ഒരു ബെരാലസിലുള്ള ഇതൊന്നുകൂടെ. അതുപോലെ 2022 കിട്ടുന്നത് ആർക്കായിരുന്നു? 2 സംഘടനകൾക്കും പിന്നെ ഒരാൾക്കുമായിരുന്നു കിട്ടുന്നത്. അതുകൂടെ നോക്കാം കേട്ടോ. അപ്പം 2022 തൊട്ട് 2024 വരെയുള്ള നൊബേൽ പ്രൈസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾ വളരെയധികം വെച്ചാൽ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ് നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം 2022 തൊട്ട് 2024 വരെയുള്ളത് ആർക്കൊക്കെയാണ് കിട്ടിയത്, അതുപോലെ എന്ത് ഡിസ്കവറിക്കാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.